ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫയർഫ്ലൈ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര്? എ.ബി. വാജ്പേയി. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത്? ലൂണാർ റോവർ 1971. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏതാണ്? ചൈന. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ചാങ് ഇ. യൂജിൻ സെർനാൻ, ഹാരിസൺ സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ് എന്നിവർ ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത്? 1972 ഡിസംബർ 12. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ചൈന. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്രമനുഷ്യൻ ഏത്? ലൂണോ കോഡ് 1970. ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ഫോണിൽ പറഞ്ഞത് എന്താണ്? സാരേ ജഹാം സെ അച്ഛ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും കൂടാതെ ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരി ആരാണ്? സുനിത വില്യംസ്. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏത്? അമേരിക്ക. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരാണ്? അലക്സി ലിയനോവ്. 1986 വിക്ഷേപിച്ച ചലഞ്ചർ ബഹിരാകാശ പേടക ദുരന്തത്തിൽ മരിച്ച സ്കൂൾ ടീച്ചറുടെ പേര്? ക്രിസ്റ്റ മിക്കാലിഫ്. 2003 ഇന്ത്യ ചാന്ദ്ര ദൗത്യം പ്രഖ്യാപിച്ചു. ഇതിന്റെ ആദ്യ പേര് എന്തായിരുന്നു? സോമയാൻ. നേപ്പാളിന്റെ ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? നേപ്പാളി സാറ്റ് 1. ശ്രീലങ്കയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? രാവണ 1. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം എത്രയാണ്? 27.32 ഭൗമദിനങ്ങൾ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശ ടൂറിസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. ആകാശഗംഗ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏത്? ആൻഡ്രോമിഡ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. ചന്ദ്രനിലെ ഗർത്തങ്ങളുടെ നാമകരണത്തിലൂടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരായ 5 പേർ ബഹുമാനിതരായിട്ടുണ്ട്. ആരൊക്കെയാണ്? എച്ച്.ജെ. ഭാഭ, എസ്.എൻ. ബോസ്, എസ്.കെ. മിത്ര, എം.എൻ. സാഹ,
വിക്രം സാരാഭായ്. മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനെ ലക്ഷ്യമാക്കി പറന്ന് 3 തവണ ചന്ദ്രനെ ചുറ്റി തിരിച്ചെത്തിയ വാഹനം ഏത്? അപ്പോളോ 8. ബഹിരാകാശ ദിനം എന്നാണ്? ഏപ്രിൽ 12. എന്തിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഏപ്രിൽ 12-ന് ലോക ബഹിരാകാശ ദിനം ആചരിക്കുന്നത്? ലോകത്തിലെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ്റെ ബഹിരാകാശ യാത്രയുടെ ഓർമ്മയ്ക്കായി. ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യ ജീവികൾ ഏതൊക്കെയാണ്? ബെൽക്ക, സ്ട്രെൽക്ക എന്നീ നായകൾ. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനത്തിൽ വളർത്തുന്ന സസ്യം ഏത്? ക്ലോറല്ല. ഹലോ, താങ്കളുടെ ഫോൺ വിളിക്കായി ഞാൻ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഇന്ത്യ? ഇങ്ങനെ ചോദിച്ച ഇന്ത്യൻ നേതാവ് ആര്? ഇന്ദിരാഗാന്ധി. മനുഷ്യൻ ചന്ദ്രനിലെത്തിയ ഇന്ത്യൻ സമയം പുലർച്ചെ 1:48. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോക രാഷ്ട്രത്തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആര്? VV ഗിരി. എത്ര രാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ചത്? 158. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി ആരാണ്? ജെയിംസ് ഇർവിൻ. ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്ക. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിൻ്റെ പേര്? ഷാക്കിൽട്ടൺ ഗർത്തം. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ പര്യവേഷണ വാഹനം ഏത്? ലൂണ 1. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ വ്യക്തി ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. ആദ്യമായി വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യനിർമ്മിത പേടകം ഏത്? ലൂണ 9. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലെബിനിഡ്സ്. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ആര്യഭടൻ. ജ്യോതിശാസ്ത്ര പഠനത്തിന് മാത്രമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ആസ്ട്രോസാറ്റ്. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം ഏത്? അപ്പോളോ 8.
ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക എത്രാമതായാണ് പറക്കുന്നത്? 4.